ഈ ആത്മീയ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ ഒരു ഇല പോലും കൊടിയുന്നില്ല. ആ നാഥൻ അറിയാതെ സഹോദരങ്ങളെ, ആ ആത്മീയമായ ബോധം തീർച്ചയായിട്ടും എല്ലാത്തരം ജീർണതകളിൽ നിന്നും നമ്മെ സംസ്കരിക്കാൻ ഉതകുന്നതാണ്. എന്നാൽ ഈ ബോധമില്ലെങ്കിൽ മനുഷ്യൻ എക്സ്ട്രീം വാർത്തകളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് പോലെ അങ്ങേയറ്റം അധപ്പതിച്ചു പോവുകയാണ്. ഖുർആൻ അധപ്പതനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നിശ്ചയം നാം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഘടനയിലാണെന്ന് അല്ലാഹു പറയാണ്. തുടർന്ന് അല്ലാഹു പറയാണ്, പിന്നീട് അവനെ അധമന്മാരിൽ അധമനായി മാറ്റുകയാണ്. ശരിയായ ആത്മീയ ജീവിതം നയിക്കുന്നയാളുണ്ടല്ലോ, കാപട്യമില്ലാത്ത കളങ്കമില്ലാത്ത ആത്മീയ ജീവിതം നയിക്കുന്നയാൾ, അയാൾക്ക് ഈ ലോകത്തും അതുപോലെ തന്നെ പരലോകത്തും അല്ലാഹുവിൻ്റെതായ സമ്മാനമാണ്. അവർക്ക് ധാരമറിയാത്ത പ്രതിഫലമാണ് പടച്ചതമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. കാലമാണേ സത്യം. മറ്റൊരു വചനത്തിൽ, മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു പറയാണ്, കാലമാണേ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യർ നഷ്ടകാരികളിൽപ്പെട്ടവനാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ശരിയായ കളങ്കമില്ലാത്ത ആത്മീയതയുടെ ഉടമകൾ ഒഴികെ, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒഴികെ, ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ, കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ആത്മീയത എല്ലാ ജീർണതകൾക്കുമുള്ള പരിഹാരമാണ്. ലോകം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തരം അധർമ്മങ്ങൾക്കുമുള്ള പരിഹാരമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാന്റെ പരിസമാപ്തി കുറിച്ചുള്ള ഈദുൽ ഫിത്റിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, റമദാന്റെ പ്രത്യേകത നമുക്കറിയാവുന്നത് പോലെ ഖുർആന്റെ പ്രത്യേകതയാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഖുർആൻ, മനുഷ്യർക്ക് വെളിച്ചമായി ഇറങ്ങിയ മറ്റു വേദഗ്രന്ഥങ്ങളെ പോലെ തന്നെ മനുഷ്യർക്ക് വെളിച്ചമായി സന്മാർഗമായി ഇറങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്ന സഹോദരങ്ങളെ. മാനവരാശിക്ക് അവതീർണമായ സന്മാർഗത്തിന്റെ വെളിച്ചമാണ് ഖുർആൻ അടക്കമുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും. മനുഷ്യരെ ഉന്നയിക്കുകയും മനുഷ്യർക്കിടയിലുള്ള അസമത്വങ്ങളെയും ഉച്ചനീചത്വങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ മനുഷ്യരടക്കമുള്ള സകല ജീവജാലങ്ങളും ഒരേ ഒരു നാഥന്റെ സൃഷ്ടികളും ദാസന്മാരുമാണെന്ന ഏകത്വ സന്ദേശമാണ് ഖുർആൻ ലോകത്ത് വിളംബരം ചെയ്യുന്നത്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ പടച്ചതമ്പുരാന് നിങ്ങൾ വഴിപ്പെടുവീൻ, ഈ പ്രപഞ്ചനാഥൻ നിങ്ങൾ വഴിപ്പെടുവീൻ, കീഴ്പ്പെടുവീൻ. ആ നാഥന്റെ ദാസന്മാരും സൃഷ്ടികളുമാണ് മനുഷ്യരെ, നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ഏകത്വ സിദ്ധാന്തത്തിലൂടെ മനുഷ്യരെ ഏകീകരിക്കുകയാണ്. മനുഷ്യരെല്ലാവരും പരസ്പരം ഒന്നായി കാണാൻ അവർക്ക് സാധിക്കണം. എല്ലാവർക്കും പരസ്പരം ഒന്നാണ്, ഒരുമയോടുകൂടി ജീവിക്കണമെന്ന ചിന്ത എല്ലാവരിലും ഉണ്ടാവണം. എല്ലാവരും പ്രപഞ്ചനാഥന്റെ ദാസന്മാരാണ്, പ്രപഞ്ചനാഥന്റെ സൃഷ്ടികളാണ്, പ്രപഞ്ചനാഥന്റെ സൃഷ്ടികൾ എന്ന നിലക്കും അതോടൊപ്പം തന്നെ ആ നാഥൻ ഒരേ മാതാവിന്റെയും ഒരേ പിതാവിന്റെയും മക്കളായി ജനിപ്പിച്ചിട്ടുള്ളതല്ലെങ്കിൽ സഹോദരീ സഹോദരന്മാരാണ് മനുഷ്യരെല്ലാവരും. ഒരേ മാതാവിന്റെയും ഒരേ പിതാവിന്റെയും മക്കളാണ് എല്ലാ മനുഷ്യരും എന്നാ ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, മനുഷ്യരെ, നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. എല്ലാവരും ആദാമിന്റെയും ഹവ്വയുടെയും മക്കളാണെന്നുള്ള തിരിച്ചറിവ് അത് വല്ലാത്തൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് സഹോദരങ്ങളെ ഖുർആൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ആ പദവി അറബിയിന്നല ഒരറബിക്കും അനറബിയേക്കാൾ മഹത്വമില്ല. ഖുർആന്റെ പ്രഥമ സംബോധിതർ അറബികളാണ്. അപ്പോഴും ഖുർആൻ പറഞ്ഞു, ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ യാതൊരു മഹത്വവുമില്ല. ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല. ഒരു കറുത്തവനും വെളുത്തവനേക്കാൾ, അതല്ലെങ്കിൽ ഒരു ചുവന്നവനും കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല. മനുഷ്യർക്കിടയിൽ വർണ്ണത്തിന്റെയും അതുപോലെ തന്നെ സാമുദായികവും ജാതീയവുമായിട്ടുള്ള വിവേചനങ്ങളുണ്ടല്ലോ, ആ വിവേചനങ്ങൾ
നിലനിൽക്കാൻ പാടുള്ളതല്ലെന്ന വലിയ ആശയത്തെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ലോകത്തെ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള വലിയ ആശയം, മനുഷ്യരെ എല്ലാവരെയും അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്നും ഖുർആൻ പറയാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നിശ്ചയം നാം നിങ്ങളെ എല്ലാവരെയും ആദരിച്ചിരിക്കുകയാണെന്ന് ഖുർആൻ പറയാൻ. ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളും അതേ സൃഷ്ടാവിന്റെ ആദരവിന് അർഹരായ ആളുകളും ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്ന നിലയിൽ സഹോദരന്മാരുമായ മനുഷ്യർക്കിടയിൽ വംശീയവും വർഗീയവുമായ ഒരു വേർതിരിവും ഉണ്ടാവാൻ പാടില്ലെന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുമയുടെ സാഹോദര്യത്തിന്റെ ആശയമെന്ന് പറയുന്ന സഹോദരങ്ങളെ, ഖുർആനെ നെഞ്ചേക്കുന്നവർ ആ ഒരുമയുടെ ആ സാഹോദര്യത്തിന്റെ സന്ദേശ പ്രചാരകരായി തിരഞ്ഞെടുക്കും സഹോദരങ്ങളെ. രാജ്യത്തും ലോക